ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ പഴയ ടീഷർട്ടൊക്കെ ഉണ്ടാവില്ലേ വീട്ടിൽ, അപ്പോൾ പഴയ ടീഷർട്ട് കൊണ്ടൊക്കെ എങ്ങനെ നമുക്ക് ചിലവില്ലാണ്ട് വീട്ടിൽ തന്നെ ചെടിച്ചട്ടികൾ ഉണ്ടാക്കാവുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത്. പഴയ ടീഷർട്ട് എടുത്ത് നമ്മളിങ്ങനെ അതിൻ്റെ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്യുക, രണ്ട് സൈഡും കട്ട് ചെയ്യുക കേട്ടോ. രണ്ട് സൈഡും കട്ട് ചെയ്യുക, രണ്ട് കഷ്ണമാക്കുക. നല്ല മൂർച്ചമുള്ള ഒരു കത്രിക തന്നെ വേണം. അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം 4 മൂല ഇങ്ങനെ മടക്കുക. 4 മൂല മടക്കിയിട്ട് ആ മൂലയുടെ എൻഡ് വരുന്ന കോൺ ഭാഗം കട്ട് ചെയ്തിടുക. അത് നമ്മുടെ ചെടിച്ചട്ടിയുടെ ഹോളാണ് കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ ഒരു ബനിയൻ്റെ ഒരു പീസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിന് ശേഷം ഇതുപോലെ നമ്മൾ വെള്ളം ഒക്കെ പിടിക്കുന്ന ഒരു ബക്കറ്റ്, ഒരു കവറും അതിൻ്റെ മുകളിലിടുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സിമൻറ്റ് നല്ല അധികം വെള്ളം ലൂസും അല്ല എന്ന കട്ടയല്ല എന്ന പരുവത്തിൽ നമ്മൾ ഇങ്ങനെ ആക്കുക. അത് കഴിഞ്ഞിട്ട് ആ ടീഷർട്ട് നമ്മൾ നല്ലോണം ഗ്രൗട്ടിൽ മുക്കുക. നല്ല രീതിയിൽ എല്ലാ ഭാഗത്തേക്കും പോകുന്ന രീതിയിലാക്കുക കേട്ടോ ഗ്രൗട്ട്. അതിന് ശേഷം നമ്മൾ വെച്ചിട്ടുള്ള ബക്കറ്റിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ ആ ടീഷർട്ട്, ഗ്രൗട്ടോട് കൂടിയിട്ടുള്ള ടീഷർട്ട് ഇങ്ങനെ വയ്ക്കുക. അതിനുശേഷം മുകളിലൊക്കെ ഇങ്ങനെ കുറേശ്ശെ നമ്മളത് പരത്തി കൊടുക്കുക. ചെടിച്ചട്ടിയുടെ അടിഭാഗം വരുന്ന ഭാഗമാണ് അതൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒത്തിരി ഉറപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ടോപ്പിലൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുക. അതിന് ശേഷം സാരിയുടെ ഞെറികൾ പോലെ താഴത്തെ ഞെറികളൊക്കെ ഇങ്ങനെ ഉണ്ടോ ഡിസൈൻ പോലെ ആക്കുക. നല്ല രീതിയിൽ ഞെറി പോലെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന പോലെ കൈകൊണ്ട് ഇങ്ങനെ ആക്കുക. അതിന് ശേഷമുള്ള ചെടിച്ചട്ടിയാണ് ഇങ്ങനെ ഇരിക്കുന്നത്. 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ചെടിച്ചട്ടി ഇങ്ങനെ ആയിരിക്കും. ആ ചെടിച്ചട്ടി ഇതാകെ വലിയ കാര്യമായിട്ട് നമുക്ക് ചിലവാകുന്നത് ഒരു 1.5 കിലോ സിമൻറ്റും ഒരു പഴയ ടീഷർട്ടുമാണ് കേട്ടോ. കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുകയാണെങ്കിൽ 50 രൂപ 100 രൂപയൊക്കെ വരും. ഇതാകുമ്പോൾ കനം ഉണ്ടാവില്ല. അതിനുശേഷം നമ്മളിങ്ങനെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പെയിൻ്റ് ഉണ്ടെങ്കിൽ ആ പെയിൻറ്റ് കൂടി അടിച്ചു കൊടുത്താൽ ഒന്നുകൂടി കളർഫുള്ളായി കാണാൻ പറ്റും നമുക്ക് ചെടിച്ചട്ടി. അപ്പോൾ എൻ്റെ കയ്യിൽ റെഡ് കളർ പെയിൻ്റാണുള്ളത്. അപ്പോൾ ഞാൻ റെഡ് കളർ പെയിൻ്റാണ് അടിക്കുന്നത്. അടിച്ചതിന് ശേഷമുള്ള ചെടിച്ചട്ടിയുടെ രൂപമാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ നിങ്ങളും വീട്ടിലുള്ള പഴയ ടീഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നല്ല ഇതുപോലത്തുള്ള ഡിസൈനുള്ള ചെടിച്ചട്ടികൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അധികം സിമെൻറ്റിൻ്റെ പോലത്തെ ചെടിച്ചട്ടി പോലെ കനമൊന്നും വെയിറ്റൊന്നും ഈ ചെടിച്ചട്ടിക്ക് ഉണ്ടാവില്ല. നമുക്ക് സിമ്പിളായിട്ട് എടുത്ത് മാറ്റാനൊക്കെ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ട്രൈ ചെയ്ത് കിട്ടിയപ്പോൾ ഉള്ള റിസൾട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇതിൽ നല്ല ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വയ്ക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ മറ്റുള്ളവരേക്കൊന്ന് ഷെയർ ചെയ്യുക.